എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്കിന്നൊരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കായിട്ടോ നൈറ്റ് ഡിന്നറിനോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനോ എല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവൽ പുലാവ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു 3 വലിയ കഷ്ണം തേങ്ങ എടുത്തിട്ടുണ്ട്, കൂടെ തന്നെ 3 പച്ചമുളകും, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 4 വെളുത്തുള്ളി, പിന്നെ കുറച്ച് പുതിന, വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ അതേ അളവിൽ കുറച്ച് കൂടുതൽ മല്ലിയില. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം പട്ടയും, ഒരു 1/2 ടീസ്പൂൺ ജീരകവും, ഒരു 4 ഗ്രാമ്പും. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഈ ആവശ്യത്തിനുള്ള ഉപ്പ്, അത് മൊത്തത്തിൽ ആവശ്യത്തിനുള്ളത് 1 ടീസ്പൂൺ നിറയെ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാത്തിനും കൂടിയുള്ള ഉപ്പ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നോക്കാം. കണ്ടോ, ഒരു 1/2 കപ്പ് പച്ചപ്പട്ടാണി, ഒരു ക്യാരറ്റ്, ഒരു 10 ബീൻസ്, പിന്നെ ഒരു വലിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം ഒരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമ്മൾ അവിലെടുക്കാം. അവിൽ ഞാൻ 2 കപ്പ് നല്ല കട്ടിയുള്ള അവിലാണ് എടുക്കുന്നത്. കണ്ടില്ല, നല്ല കട്ടിയുള്ള അവില. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഉണ്ടാവുക. കട്ടി കുറഞ്ഞ അവിൽ എടുത്താൽ ശരിയാവില്ല. അപ്പോൾ 2, എന്നിട്ട് നല്ലോണം ഒന്ന് അരിച്ച് കളാം. കണ്ടില്ല, അന്നേരം പൊടി ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് പോവും. എന്നിട്ട് ഇതിൽ നല്ലോണം വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതാടുന്ന് കുതിരട്ടെ. അങ്ങനെ കുതിർന്നാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു ഗ്ലാസ് പരുവാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് വരുമല്ലോ, നല്ലോണം ചൂടായിട്ടുണ്ട്. നല്ല അടികട്ടിയുള്ളൊരു ചീനച്ചട്ടി ആകുമ്പം വേഗം നല്ലോണം ഒന്ന് വാടി വരും. കണ്ടില്ലേ, ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഉള്ളിയും നല്ലൊരു മണ. ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പട്ടാണിയും ക്യാരറ്റും ബീൻസും എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി. ഇനി ഇത്ര നേരം നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. ഇനി നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മൂടി ഒരു 1-1.5 മിനിറ്റ് എല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ഒന്ന് മൂടി വെക്കാം. 1.5 മിനിറ്റ്, അതിലപ്പുറം വേണ്ടേ. 1 മിനിറ്റ് 1.5 മിനിറ്റ്, അതിലപ്പുറം വേണ്ട. 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഏകദേശം ഒരു 1/4 ഭാഗത്തിൻ്റെ മേലെ വെന്ത് കഴിഞ്ഞ്. ഇനി നമ്മളിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും ഒന്ന് ഇളക്കി മൂടി വെച്ചിട്ട് പിന്നെ ഒരു 1-1.5 മിനിറ്റ്. അപ്പോഴത്തേക്ക് ഒരു 3/4 ഭാഗം വേവും. കണ്ടോ, ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ കണ്ടില്ലേ, ഒന്നും അടി പിടിക്കുന്നില്ല. അടി കെട്ടിയുള്ളൊരു പാത്രം എടുക്കണേ എന്തായാലും ഇത് ഉണ്ടാക്കുമ്പോൾ. ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ എടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ അരപ്പുണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ചിട്ട് മിക്സി ജാറൊന്ന് കഴുകിയിട്ട് ബാക്കി കുറച്ച് വെള്ളം, അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി ആ വെള്ളം വറ്റുന്നവരെ. അപ്പോൾ ആ സമയം കൊണ്ട് ബാക്കി 1/4 ഭാഗം ഇതിൽ കിടന്നങ്ങ് വെന്തോളും. കണ്ടില്ലേ, അങ്ങനെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ഈ സമയത്ത് നിങ്ങൾക്ക് ഹൈ ഫ്ലെയിം വേണമെങ്കിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനി വേണ്ടു കേട്ടോ. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കഴുകി കുതിരാൻ വെച്ച അവിലില്ലേ, കഴുകിയിട്ട് അങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കഴുകുമ്പം തന്നെ വെള്ളം ആയിമലായിട്ടുണ്ടാവും. ആ വെള്ളം കൊണ്ട് തന്നെ അത് കുതിർന്നോളും. കണ്ടില്ലേ, നല്ല ഒന്നോടൊന്ന് ഒട്ടാണ്ട് നല്ല അടിപൊളി അവൽ പുലാവ് റെഡി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കിപ്പോൾ ഈ കരണ്ടി കൊണ്ട് ശരിക്കും മിക്സ് ആകുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുത്തോ. കണ്ടോ, അതുകൊണ്ട് നല്ലോണം ഉള്ളിൽ കൂടിയെല്ലാം നല്ലോണം ഫോർക്കെല്ലാം വെച്ച് മിക്സ് ചെയ്താൽ പെട്ടെന്ന് മിക്സായി കിട്ടും. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഇതൊരു മണമെന്നറിയാം, അതും കൂടി അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി അവൽ പുലാവ് റെഡി. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത്. ഇത് പച്ചക്കറികളൊന്നും മുറിച്ചിടേണ്ട പണിയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് പച്ചക്കറികളെല്ലാം ഒന്ന് മാറ്റി പിടിക്കുകയും ചെയ്യാം കേട്ടോ. വേറെ ഏതെങ്കിലും വേണമെങ്കിൽ ഇഷ്ടമുള്ളത്
അപ്പോൾ അതാണ്ട നല്ല ഉതിർന്ന് വീഴുന്ന ബിരിയാണിന്നോ പുലാവെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതെന്തെങ്കിലും കൂട്ടിയിട്ടും കഴിക്കാം, കൂട്ടാണ്ടും കഴിക്കാം. വെറുതെ വരുത്തുന്നതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എന്തായാലും ഇതെല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.